ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നലത്തെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇന്ന് രാവിലെ ഫ്രഷായി നേരെ സ്റ്റേജ് റിഹേഴ്സലിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളിതാ കറക്റ്റ് പെർഫോമൻസ് നടക്കുന്ന സ്റ്റേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ചേച്ചീൻ്റെ സ്റ്റേജ് റിഹേഴ്സൽ നടക്കുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരുടേതായ കാര്യത്തിൽ തിരക്കിലായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു ആ ഷീറ്റിൻ്റെ മേലെയൊക്കെ. അതിൻ്റെ മേലെ ഇരുന്നിട്ടാണ് ഒരുപാട് പേര് വർക്ക് ചെയ്യണത്. ലൈറ്റ് സെറ്റാക്കുന്നു, സ്ക്രൂ എടുക്കുന്നു, ഓരോരുത്തർ ഓരോ കാര്യങ്ങളിലും തിരക്കിലായിരുന്നു. ഇതാണ് വിനീത് ചേട്ടൻ. അപ്പം വിനീത് ചേട്ടനും സ്റ്റേജ് റിഹേഴ്സലിനായിട്ട് വന്നിരിക്കുകയാണ്. വിനീത് ചേട്ടൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അങ്ങനെ സ്റ്റേജ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. ഇനി പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞാനും ചേച്ചിയും നേരെ റൂമിലേക്ക് പോയി. ഞാൻ ഓൺ മേക്കപ്പാണ്, പക്ഷേ എൻ്റെ ഹെയർ ഡ്രസ്സ് ചെയ്തത് പിങ്കി ചേച്ചിയാണ്. പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക്, അവിടെ ലാലേട്ടനും ശോഭന മാമും. സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. കാരണം ഞാൻ അത്രയേറെ ആഗ്രഹിച്ച രണ്ട് പേരാണ് ശോഭന മാമും ലാലേട്ടനും. ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും അത്രയും ഭയങ്കര ഒരു ഫാനാണ്. അപ്പം അത്രയും സ്നേഹവും ഒക്കെ കൂടെ കലർന്നിട്ട് നമ്മൾ ഈ ഫാൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. അതിപ്പം ശോഭന മാം ആണെങ്കിലും ശരി, ലാലേട്ടനെ ആണെങ്കിലും ശരി, രണ്ടുപേരെയും ഒരു കണ്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനും എന്തെല്ലോ ആയിരുന്നു.
ഒരു ആക്ടർ കിട്ടാൻ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നമസ്കാരം. എനിക്കിത് നല്ല ഷോക്കാണ്. ബിക്കോസ് അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്യാതെ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൺഗ്രാറ്റുലേറ്റ് ദ ടീം ഓഫ് തുടർ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അയ്യോ, സത്യം പറഞ്ഞാൽ വീട്ടിലെത്തി തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നെക്സ്റ്റ് മോർണിംഗ് 5 മണിയായി. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു 3-3:30 ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു. ആ കാണുന്ന സെൽഫിയാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് വെറൈറ്റി സ്റ്റെപ്സൊക്കെ കാണാം. അപ്പോൾ ശരി ഗായ്സ്, ഇനി ഞാനൊരു നല്ല ചായയൊക്കെ കുടിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.